നമസ്കാരം. തുടക്കം സിനിമ കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകനും ചോദിക്കുന്നത് ആരാണ് ജിത്തു? കാരണം അത്രയും മികച്ചു നിന്നു ആശിഷ് ജോ ആന്റണിയുടെ പ്രകടനം. ഒരു സിനിമ കാണുമ്പോൾ നായകനും നായികയും മാത്രമല്ല പലപ്പോഴും പ്രേക്ഷകന്റെ മനസ്സിൽ ഇടം പിടിക്കുന്നത്. ചിലപ്പോൾ വലിയ താരനിരക്കിടയിൽ നിന്ന് അപ്രതീക്ഷിതമായി ഒരു കഥാപാത്രം നമ്മുടെ ശ്രദ്ധ പിടിച്ചുപറ്റും. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും ആ കഥാപാത്രം മനസ്സിൽ ബാക്കി നിൽക്കും. തുടക്കം കണ്ട പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിൽ ഇപ്പോൾ അത്തരത്തിലൊരു പേരുകൂടിയാണ് ഉയരുന്നത്: ജിത്തു. വിസ്മയ മോഹൻലാൽ നായികയായി അരങ്ങേറ്റം കുറിച്ച ചിത്രം എന്ന നിലയിൽ റിലീസിന് മുൻപേ വലിയ ശ്രദ്ധ നേടിയ സിനിമയാണ് തുടക്കം. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന പ്രത്യേകതയും സിനിമയുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ ചിത്രം തിയേറ്ററിലെത്തിയതിന് പിന്നാലെ ചർച്ചകൾ വിസ്മയയിൽ മാത്രം ഒതുങ്ങിയില്ല. സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളെയും കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമായി. അതിനിടെയാണ് ഇപ്പോൾ ആശിഷ് ജോ ആന്റണിയുടെ ജിത്തു എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിരിക്കുന്നത്. പോസ്റ്റർ പുറത്തു വന്നതോടെ വീണ്ടും പ്രേക്ഷകരുടെ ശ്രദ്ധ ജിത്തുവിലേക്ക് തന്നെ തിരിയുകയാണ്. കാരണം തുടക്കം കണ്ടവരിൽ വലിയൊരു വിഭാഗം പറയുന്നത് ഒരു കാര്യമാണ്: ജിത്തു എന്ന കഥാപാത്രം സിനിമയിൽ വെറുതെ കടന്നുപോകുന്ന ഒരു വേഷമല്ല. ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച രീതിയാണ് ഇപ്പോൾ പ്രത്യേകം ചർച്ചയാകുന്നത്. ആശിഷ് ജോ ആന്റണി അവതരിപ്പിക്കുന്ന ജിത്തു സിനിമയിലെ കഥാഗതിയിൽ എങ്ങനെ ഇടപെടുന്നു എന്നത് വിശദമായി പറഞ്ഞാൽ ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ തന്നെ വെളിപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് സ്പോയിലർ ഒഴിവാക്കി പറയുന്നതാണെങ്കിൽ, ജിത്തു എന്ന കഥാപാത്രത്തിന് ലഭിക്കുന്ന പ്രത്യേക ശ്രദ്ധയുടെ പ്രധാന കാരണം കഥാപാത്രത്തിന്റെ സ്വാഭാവികത തന്നെയാണ്. വലിയ ഡയലോഗുകളിലൂടെയോ അമിതമായ പ്രകടനങ്ങളിലൂടെയോ മാത്രം ഒരു കഥാപാത്രത്തെ ശ്രദ്ധേയമാക്കണമെന്ന് നിർബന്ധമില്ല എന്ന് ജിത്തു എന്ന കഥാപാത്രം തെളിയിച്ചിരിക്കുന്നു. ചിലപ്പോൾ കഥാപാത്രത്തിന്റെ ശരീരഭാഷ, സംസാര രീതി, മുഖഭാവങ്ങൾ, മറ്റുള്ള കഥാപാത്രങ്ങളോടുള്ള ഇടപെടൽ ഇതൊക്കെ ചേർന്നാണ് ആ കഥാപാത്രം പ്രേക്ഷകന്റെ മനസ്സിൽ പതിയുന്നത്. ജിത്തുവിലും അത്തരത്തിലുള്ള ചില പ്രത്യേകതകൾ പ്രേക്ഷകർ കണ്ടെത്തുന്നുണ്ട്. ആശിഷിന്റെ പ്രകടനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി തോന്നുന്നത് കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോഴുള്ള സ്വാഭാവികതയാണ്. സിനിമ കാണുമ്പോൾ ഇത് അഭിനയമാണ് എന്ന് തോന്നാതെ ആ കഥാപാത്രം നമ്മുടെ മുൻപിൽ ജീവിക്കുന്ന ഒരാളാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് ആശിഷ് നൽകിയിരിക്കുന്നത് എന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ. ഇവിടെയാണ് ജിത്തു എന്ന കഥാപാത്രത്തിന്റെ പ്രത്യേകത നമ്മൾ കാണേണ്ടത്. തുടക്കം ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള സിനിമയായി സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് ലോഞ്ചിങ് വേളയിൽ വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ തിയേറ്ററിൽ എത്തിയപ്പോൾ സിനിമയുടെ കൗതുകങ്ങൾ അതിനേക്കാൾ വലുതാണെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം. ഓഗസ്റ്റ് 7-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. റിലീസിന് പിന്നാലെ തന്നെ മികച്ച അഭിപ്രായങ്ങളാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ കളക്ഷൻ 15 കോടി രൂപയുമാണ്. വിസ്മയ മോഹൻലാലിന്റെ സിനിമ അരങ്ങേറ്റം എന്ന നിലയിൽ ചിത്രത്തിന് സ്വാഭാവികമായും വലിയ ശ്രദ്ധ ലഭിച്ചിരുന്നു. എന്നാൽ സിനിമ കണ്ടിറങ്ങിയ ശേഷം വിസ്മയ എങ്ങനെയുണ്ട് എന്ന ചോദ്യത്തിനൊപ്പം ആശിഷിന്റെ ജിത്തു എങ്ങനെയുണ്ട് എന്ന ചോദ്യവും പ്രേക്ഷകർക്കിടയിൽ ഉയർന്നു വരുന്നതും ശ്രദ്ധേയമാണ്. അതൊരു ചെറിയ കാര്യമല്ല എന്നുകൂടി പറയാം. കാരണം ഒരു താരപുത്രിയുടെ അരങ്ങേറ്റം എന്ന വലിയ ഹൈപ്പിനിടയിലും മറ്റൊരു താരതമ്യേന ശ്രദ്ധിക്കപ്പെടാത്ത കഥാപാത്രം പ്രേക്ഷകന്റെ ചർച്ചയിലേക്ക് വരണമെങ്കിൽ ആ പ്രകടനത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കണം. ആശിഷിന്റെ കാര്യത്തിൽ അത് പ്രകടനത്തിന്റെ നിയന്ത്രണമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ജിത്തുവിനെ അവതരിപ്പിക്കുമ്പോൾ ആശിഷ് അമിതമായി ഒന്നും ചെയ്യാൻ ശ്രമിക്കുന്നില്ല. കഥാപാത്രത്തിന് ആവശ്യമായ രീതിയിൽ മാത്രം പ്രതികരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് സിനിമയിൽ. അതുകൊണ്ട് തന്നെ കഥാപാത്രം കൂടുതൽ സ്വാഭാവികമായി തോന്നുകയും ചെയ്യും. തുടക്കം പോലൊരു സിനിമയിൽ ഓരോ കഥാപാത്രത്തിനും കഥയുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് ഒരു കഥാപാത്രത്തെ വെറും ഒരു കോമഡി ട്രാക്കായോ നായകന്റെ സുഹൃത്തായോ കഥ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉപാധിയായോ മാത്രം അവതരിപ്പിച്ചാൽ പ്രേക്ഷകനിൽ വലിയ സ്വാധീനം ഉണ്ടാക്കണമെന്നില്ല. പക്ഷേ ജിത്തുവിന് സ്വന്തം വ്യക്തിത്വമുണ്ട്. അയാളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു പ്രത്യേക രീതിയുണ്ട്. അതാണ് കഥാപാത്രത്തെ ഓർത്തുവെക്കാൻ സഹായിക്കുന്നത്. ആശിഷ് ജോ ആന്റണിയുടെ പ്രകടനത്തിലെ മറ്റൊരു പോസിറ്റീവ് ടൈമിംഗ് ആണ് സീരിയസ് രംഗങ്ങളിൽ പോലും കഥാപാത്രത്തിന്റെ സ്വാഭാവികത നഷ്ടപ്പെടുന്നില്ല എന്നത്. അതുപോലെ തന്നെ ലളിതമായ രംഗങ്ങളിൽ അനാവശ്യമായി ഓവർ ആക്ട് ചെയ്യാനും ശ്രമിക്കുന്നില്ല. ക്യാമറയ്ക്ക് മുൻപിൽ ഒരു കഥാപാത്രമായി നിൽക്കുമ്പോൾ ശരീരഭാഷ എത്രത്തോളം പ്രധാനമാണെന്ന് ജിത്തുവിലൂടെ നമുക്ക് മനസ്സിലാക്കാം.
കഥാപാത്രത്തിൻ്റെ ലുക്ക്, വസ്ത്രധാരണം, ഹെയർ സ്റ്റൈൽ എന്നിവയ്ക്കപ്പുറം ജിത്തുവിന് ഒരു പ്രത്യേക ബോഡി ലാംഗ്വേജും ആശിഷ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പോസ്റ്റർ പുറത്തു വന്നപ്പോഴും കഥാപാത്രത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ഉയരുന്നത്. പലപ്പോഴും സിനിമയുടെ പോസ്റ്ററുകൾ കാണുമ്പോൾ നമുക്ക് കഥാപാത്രത്തെക്കുറിച്ച് ഒരു ധാരണ ലഭിക്കും. പക്ഷേ ഒരു സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം അതേ പോസ്റ്റർ കാണുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ പല രംഗങ്ങളും മനസ്സിലേക്ക് വരും. ജിത്തുവിൻ്റെ ക്യാരക്ടർ പോസ്റ്ററിനും ഇപ്പോൾ ലഭിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ്. ഇനി തുടക്കം കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ജിത്തുവിനെ കുറിച്ചുള്ള ചർച്ച എത്രത്തോളം ഉയരുമെന്നത് കാത്തിരുന്ന് തന്നെ കാണാം. ഒരു കാര്യം ഉറപ്പാണ്, വിസ്മയയുടെ തുടക്കം മാത്രമല്ല, ആശിഷ് ജോ ആന്റണിയുടെ ജിത്തുവിനും ഇതൊരു നല്ല തുടക്കം തന്നെയായിരിക്കുമെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ.